നമുക്ക് കണ്ടത് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസസ് ആണ്. എടാ മക്കളെ, ഞാൻ പറയാണ്, ഈ ഓരോ ചാപനീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്തിന്റെയും നീളങ്ങളെല്ലാം തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? വേറെ ഒന്നുമല്ല മക്കളെ, നമ്മള് ഇവിടെ ഒരു വൃത്താംശം എടുക്കുക. അതാ വൃത്താംശം, ഇതൊരു വൃത്താംശമല്ലേ മക്കളെ? നോക്കടാ, ഇതൊരു വൃത്താംശമാണ്. അതിന്റെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം ഇയാള്, ഇത് അതിന്റെ റേഡിയസ് ആണ്. നോക്കടാ, അതൊരു വൃത്താംശമല്ലേ? വൃത്താംശമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയാളൊരു റെഗുലർ ഒക്ടഗൺ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഈ കോണും ഈ കോണും ഈ കോണും ഇതിലെ എല്ലാ 8 കോണുകളും തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. നോക്കടാ, ഒരേ വൃത്താംശത്തിലെ കേന്ദ്ര കോണുകളും റേഡിയസും തുല്യമായാൽ അയാളുടെ ചാപനീളവും തുല്യമായിരിക്കും. നമ്മൾ എന്താ പറഞ്ഞത്? ഒരേ വൃത്താംശത്തിലെ അല്ലെങ്കിൽ വൃത്താംശങ്ങളിലെ കേന്ദ്ര കോണും ഇയാൾക്ക് തുല്യമാണ് ഇയാളെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കോണുകളും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കോണുകളും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാളും എക്സ് ആണ്, ഇയാളും എക്സ് ആണ്, എല്ലാവരും എക്സ് ആണ്. വൃത്താംശങ്ങളിലെ കേന്ദ്ര കോണും റേഡിയസും തുല്യമാണെങ്കിൽ അയാളുടെ ചാപനീളവും തുല്യമായിരിക്കും. അതായത് ഈ 8 ചാപനീളങ്ങളുടെ നീളവും തുല്യമാണ്, അല്ലേ?